അള്ളാഹു അന്ന് വാഹനത്തിൽ സ്പീഡിൽ പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ ദുനിയാവിൽ വെച്ച് നല്ല ഉരുക്കളെ ഖുർബാൻ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞു? സമ്മിനൂ വഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും. നിങ്ങളുടെ ഉലഹിയ നിങ്ങൾ പുഷ്ടിപ്പെടുത്തുക. നല്ല ആടിനെ, നല്ല മൃഗത്തെ നിങ്ങൾ അർത്തോളിയും. നിങ്ങൾക്ക് സിറാത്തിൽ അത് കാരിയറാണ്, വാഹനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സംശയം തീർന്നില്ലേ? അള്ളാഹു വാഹനപ്പുറത്ത് പോകാൻ തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, അവിടെ എത്തിയാൽ ഖബറിൽ നിന്ന് ഖിയാമത്തിന്റെ ഭയാനകതകൾ കഴിഞ്ഞ് മഹ്ശറയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം തീർക്കാൻ അതാ ഹബീബ് കാത്തു നിൽക്കുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ. കൗസർ എന്ന് പറയുന്ന ജലാശയം എന്താണത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കീസാനുഹു നുജൂമുസ്സമാ, അതിന്റെ പാത്രങ്ങൾ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ പോലെയാണ്. അത്രമാത്രം കപ്പുകളും പാത്രങ്ങളും അവിടെയുണ്ട്. അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അബ്റദു മിനസ് സൽജ്, നല്ല ഐസ് കട്ടയേക്കാൾ തണുപ്പാണ്. പാലിനേക്കാൾ വെളുപ്പാണ്. ഫമൻ ശരിബ മിൻഹു, ആർക്കെങ്കിലും ഹൗദുൽ കൗസറിൽ കുടിക്കാൻ സാധിച്ചാൽ പിന്നീട് അവൻ ലാ യളമഉ ബഅദഹു അബദാ, അവന് ദാഹം വരുന്നതല്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതാ എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്. വസ്ത്രം ധരിച്ചിട്ടില്ല, ചെരുപ്പ് ധരിച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ മഹ്ശറയിലേക്ക് വരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, മഹ്ശറ വെളുത്ത ഭൂമിയാണ്, വെളുത്ത ഭൂമിയാണ്, കടഞ്ഞെടുത്ത ഉന്നം പോലെ വെളുത്ത ഭൂമിയാണ്. അന്ന് അവിടെ കുണ്ടോ കുഴിയോ കാണില്ല. നല്ല രൂപത്തിൽ അല്ലാഹു മഹ്ശറയെ സംവിധാനിക്കും. വഖശഅത്തിൽ അസ്വാത്ത് ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, അന്ന് കാലിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും നിനക്ക് കേൾക്കാൻ കഴിയില്ല. എല്ലാ ശബ്ദങ്ങളും അന്ന് അതാ അല്ലാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി പടച്ചവന്റെ മുന്നിലേക്ക് മഹ്ശറയിലേക്ക് വരും എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ ആളുകൾ മഹ്ശറയിലെത്തിയാൽ അല്ലാഹു മഹ്ശറയെ പ്രത്യേക രൂപത്തിൽ സംവിധാനിക്കും. തുദ്ന ശംസു, അവിടെ ഒരു സൂര്യനെ അല്ലാഹു അടുപ്പിക്കും. അലാ ഖദ്രി മീൽ, അന്ന് ഒരു ചാൺ മുകളിലായിരിക്കും സൂര്യൻ. ഫയകൂനുൻ നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ അറഖ്, ജനങ്ങളെല്ലാം അതാ ചുട്ടുകൊള്ളുന്ന വെയിലത്ത്, അതാ ഉഗ്രതാപം വിതറുന്ന സൂര്യന്റെ താഴെ ജനങ്ങളെല്ലാം വിയർപ്പിൽ മുങ്ങി നിൽക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഫയകൂനുൻ നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ അറഖ്, ജനങ്ങൾ അവരുടെ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിലായിരിക്കും. ചിലരുടെ വിയർപ്പ് നെരിയാണി വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടേത് അരക്കെട്ട് വരെ. വമിൻഹും മൻ യുൽജിമഹുൽ അറഖു ഇൽജാമാ, ചിലരെ വിയർപ്പ് വായ വരെ മൂടുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, അന്ന് ഒരു അടിമയുടെ രണ്ട് കാലടികൾ ഇളക്കാൻ കഴിയില്ല, ചലിപ്പിക്കാൻ പറ്റില്ല. നാല് കാര്യം ചോദിക്കപ്പെടും, മറുപടി പറയാതെ. ഒരു ലൈഫ് ടൈം നിനക്ക് തന്നില്ലേ, ഒരു ജീവിതം നിനക്ക് തന്നില്ലേ, എന്തിലാണത് തുലച്ചത്? അല്ലാഹു ചോദിക്കും. നിനക്ക് നിറ യൗവനം തന്നില്ലേ, 20 വർഷം നീണ്ടു നിൽക്കുന്ന വസന്തം തന്നില്ലേ,
നീ എന്തിലാണത് ചെലവഴിച്ചത്? വഅൻ മാലിഹി, നിന്റെ സാമ്പത്തിക സാമ്രാജ്യം എങ്ങനെയാണ് വന്നത്, എങ്ങോട്ട് പോയി, എങ്ങനെ നീ സമ്പാദിച്ചു, എവിടെയൊക്കെ നീ ചെലവഴിച്ചു? അല്ലാഹു ചോദിക്കും. വഅൻ ഇൽമിഹി, നിന്റെ അറിവിനെ കുറിച്ച് മാദാ അമില ബി, നീ അതുകൊണ്ട് എന്ത് അമൽ ചെയ്തു? 4 ചോദ്യത്തിന് മറുപടി പറയാതെ കാല് ഇളക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ല. അല്ലാഹു പടച്ചോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു മഹ്ശറിൽ പടച്ചോ നമ്മളെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ ദിവസത്തെ പറ്റി മുത്തഫിഫീൻ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങൾ അന്ന് നിൽക്കും റബ്ബുൽ ആലമീന്റെ കോടതിയിൽ, മഹ്ശറയിൽ നിൽക്കും എന്ന് അല്ലാഹു പറയുകയാണ്. ആ ദിവസം എത്ര കാലം അവിടെ നിൽക്കണം? അല്ലാഹു പറയുന്നു ഖുർആനിൽ, തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. തഅറുജുൽ മലായികതു വറൂഹ്, മലാകമാരും റൂഹുൽ അമീൻ മലക്ക് ജിബ്രീലും കയറിപ്പോകും അല്ലാഹുവിലേക്ക്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു, ഒരു ദിവസത്തിന്റെ അളവ് 50000 സന, 50000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം, 50000 വർഷത്തിന്റെ മിഖ്ദാറുള്ള ഒരു ദിവസം. മഹ്ശറയിൽ 50000 കൊല്ലം നീളമുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത് അല്ലാഹുവിന്റെ കോടതിയിൽ. വിചാരണ കാത്ത് അതാ സൂര്യന്റെ താഴെ ഒരു തണലുമില്ല. 7 കൂട്ടർക്ക് അല്ലാഹു വിശിഷ്ടമായ അർശിന്റെ തണൽ കൊടുക്കും. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. VIP പരിഗണന അല്ലാഹു 7 കൂട്ടർക്ക് കൊടുക്കും. മുഅ്മിനീങ്ങളെ, അല്ലാഹു തണൽ കൊടുക്കുമെന്ന ഹദീസ് മറക്കരുത് കേട്ടോ. അല്ലാഹു അവന്റെ തണൽ തരട്ടെ, അർശിന്റെ തണൽ തരട്ടെ. അതുകൊണ്ടല്ലേ പുന്നാര റസൂലുള്ള പറഞ്ഞത്, ഇദാ സഅൽതുമുല്ലാഹ അൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിച്ചോ. കാരണം ഫൈന്നഹു അഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പാണ്, ഏറ്റവും മുകളിലുള്ള സ്വർഗമാണ് ഫിർദൗസ്. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വഫൗകഹു അർശുർ റഹ്മാൻ, ആ സ്വർഗത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ അർശാണുള്ളത്. അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള സ്വർഗമാണ് ഫിർദൗസ്. വമിൻഹു തഫ്ജുറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിന്റെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നോക്കൂ, ജനങ്ങളെല്ലാം വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ അവര് പറയും, നരകത്തിലേക്കെങ്കിലും വിട്ടാൽ മതിയായിരുന്നു, ഈ നിൽപ്പ് അസഹനീയം തന്നെ. അങ്ങനെ ആളുകളെല്ലാം അതാ ശഫാഅത്തിന് വേണ്ടി വരികയാണ്. അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയും, മനുഷ്യകുലത്തിന്റെ പിതാവല്ലേ, കളിമണ്ണ് കൊണ്ട് അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചില്ലേ, വഅസ്കനകൽ ജന്ന, സ്വർഗത്തിൽ പാർപ്പിച്ചില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. ആദം നബി പറയും അലൈഹിസ്സലാം, ഇന്നെന്റെ റബ്ബ് കോപിക്കുന്ന ദിവസമാണ്, ഞാൻ വിലക്കപ്പെട്ട കനി തിന്നുപോയി, വിലക്കപ്പെട്ട പഴം തിന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ പോകണം ശൈഖുൽ അംബിയാ നൂഹ് നബിയുടെ അടുത്തേക്ക്. ആളുകളെല്ലാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരും. ആദ്യത്തെ റസൂലല്ലേ, അമ്പിയാക്കളുടെ ശൈഖല്ലേ, അവിടുന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നൂഹ് നബി പറയും, എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു ദഅവത്ത് ദുആ കൊടുത്തിരുന്നു, ഞാൻ എന്റെ ദുആ എന്റെ ജനതക്കെതിരെ പ്രയോഗിച്ചു പോയി. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതാ ജലപ്രളയത്തിൽ
വിലായത്തിന് തുടക്കം കുറിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാം പോകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, ഞാൻ ഇന്ന് ഭയചകിതനാണ്. എന്റെ റബ്ബിനോട് കോപിക്കുമോ എന്നെനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ 3 വർത്തമാനം പറഞ്ഞു, കളവല്ല കളവ് പോലുള്ള 3 വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇന്ന് ഭയചകിതനാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം. അല്ലാഹുവിനോട് സംസാരിച്ച കലീമുല്ലാഹി മൂസാ നബിയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയും, ഞാൻ ഇന്ന് ഭയചകിതനാണ്. അല്ലാഹു ഇന്ന് കോപിക്കുന്ന ദിവസമാണ്. ഇതുപോലെ കോപിച്ച ദിവസമില്ല. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ്. ഒരു ഇസ്രായേലിയെ സഹായിക്കാൻ ഒരു കോപ്റ്റിസ് വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ഞാൻ ഒന്നടിച്ചു. ആ അടിയുടെ കാഠിന്യം കൊണ്ട് അയാൾ മരണപ്പെട്ടു. ഞാൻ ഇന്ന് ഭയപ്പെടുകയാണ്. നിങ്ങൾ പോകണം, ഈസാ റൂഹുള്ളയുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഈസബിന് മറിയമിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. ഈസാ നബി പറയും, ഇന്നല്ലാഹു ഏറ്റവും കോപിക്കുന്ന ദിവസമാണ്. യാ ഈസാ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസാ, നീ ജനങ്ങളോട് പറഞ്ഞുവോ, എന്നെയും എന്റെ മാതാവ് മറിയമിനെയും അല്ലാഹുവിനെ കൂടാതെ ആരാധ്യ മൂർത്തിയാക്കാൻ നീ പറഞ്ഞോ, ആരാധ്യനാക്കാൻ പറഞ്ഞോ, ഇലാഹാക്കാൻ പറഞ്ഞോ എന്ന് അല്ലാഹു ചോദിക്കുന്ന ദിവസമാണെന്ന് ഈസാ നബിയും മറുപടി പറഞ്ഞു ഒഴിയും. നിങ്ങൾ പോകണം. ഖാതമുൻ നബിയീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ജനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ശഫാഅത്ത് ചെയ്യണം. അതാ റസൂലുള്ളാഹി പറയും, അനലഹാ അനലഹാ, ഞാനതിന് അർഹനാണ്, ഞാനതിന് അർഹനാണ്. അതാ പ്രവാചകൻ സുജൂദിൽ വീഴുന്നു. അല്ലാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫഅ. ഹദീസിൽ കാണാം, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, തല ഉയർത്തു, ചോദിക്കൂ, തരാം, ശഫാഅത്ത് ചെയ്യൂ, അങ്ങയുടെ ശഫാഅത്ത് സ്വീകരിക്കും എന്ന് അല്ലാഹു നബിയോട് പറയും. ആ ഉന്നതമായ സ്ഥാനമാണ് മഖാമും മഹ്മൂദ്. അല്ലാഹു നമ്മുടെ ഹബീബായ നബിക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് ആ സ്ഥാനം, മഖാമും മഹ്മൂദ്. അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, وَمِنَ اللَّيْلِ فَتَهَجَّدْ بِهِ نَافِلَةً لَكَ عَسَىٰ أَن يَبْعَثَكَ رَبُّكَ مَقَامًا مَحْمُودًا. നബിയേ, وَمِنَ اللَّيْلِ فَتَهَجَّدْ بِهِ, രാത്രി ഉറക്കമിളച്ച് നമസ്കരിക്കണം. നാഫിലത്തൻ ലക, അങ്ങേക്ക് ഇത് കൂടുതലായി കൊണ്ട് അങ്ങ് തഹജ്ജുദ് നമസ്കരിക്കണം നബിയേ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് അല്ലാഹു അങ്ങേ യാത്രയാക്കും നബിയേ. ആ സ്ഥാനമാണ് ശഫാഅത്തുൽ ഉളുമാ. കണ്ടോ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ശഫാഅത്ത് എന്റെ സമുദായത്തിലെ വൻ ദോഷങ്ങൾ ചെയ്തവർക്കുള്ളതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുസ്ലിയാരെ, എന്ത് തെറ്റും ചെയ്താ റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യുമല്ലേ, എന്നാ അടിച്ചു പൊളിക്കാം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു പടച്ചവൻ പുറത്തു തരട്ടെ, അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടുമെന്ന് വിചാരിച്ച് ഇനി സുഹൃത്തുക്കളെ അരയും തലയും മുറുക്കി ഇറങ്ങാൻ പാടില്ല. അത് പറയാനല്ലേ ഇത് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അല്ലാഹു വെച്ചിട്ടുണ്ട്. അമ്പിയാക്കളും നാളെ ഔലിയാക്കളും ഹാലിമീങ്ങളും ഹാഫിലീങ്ങളും ഒക്കെ ശഫാഅത്ത് ചെയ്യും. അതിന് അല്ലാഹു അർഹരാക്കി തരട്ടെ, അല്ലാഹു അർഹരാക്കി തരട്ടെ. നോക്കൂ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യും. അതാ അല്ലാഹു ഹിസാബിന് വേണ്ടി വരികയാണ്, അല്ലാഹു മഹ്ശറിലേക്ക് വരികയാണ്, വിചാരണയ്ക്ക് വേണ്ടി വരികയാണ്. ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ,
മനുഷ്യ ജിന്ന് വർഗമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒഴിവായി വരുന്നു. അല്ലാഹു പറയുകയാണ്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വരികയാണ്, വൽ മലക്കു സഫൻ സഫാ, മനുഷ്യരും അതാ ജിന്നുകളും നിൽക്കുന്ന മഹ്ശറ ഭൂമിക്ക് ചുറ്റിലും മലക്കുകൾ, ഏഴാകാശത്തിലെയും മലക്കുകൾ ഈ മനുഷ്യർക്ക് ചുറ്റിലും അതാ അണിയണിയായി നിൽക്കുമ്പോൾ അല്ലാഹു വരും. അല്ലാഹു എങ്ങനെയാണ് വരുന്നത്? ഖുർആനിൽ കാണാം. ഹഖ്ഖാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും, നിന്റെ റബ്ബിന്റെ സിംഹാസനം അവരുടെ മേലെ ചുമക്കും. യൗമൈദിൻ സമാനിയ, 8 മലക്കുകൾ ചുമന്നുകൊണ്ടാണ് വരുന്നത്. വല്ലാത്തൊരു രംഗം. അല്ലാഹു എഴുന്നള്ളുകയാണ്. അല്ലാഹു പറഞ്ഞു, വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, റബ്ബ് വരുമ്പോൾ മഹ്ശറ പ്രകാശിക്കും, മഹ്ശറ പ്രകാശിക്കും. വവുദിഅൽ കിതാബ്, കർമ്മപുസ്തകം വെക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തത് മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെട്ട കർമ്മപുസ്തകം അല്ലാഹു അവിടെ വെക്കുക. നോക്കൂ, ഒരു ദിവസം ഹസ്രത്ത് ആയിഷ നരകത്തെ കുറിച്ച് കേട്ടപ്പോൾ കരഞ്ഞുപോയി. റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത് ആയിഷ? ആയിഷ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ തദ്കുറു അഹ്ലകും യൗമൽ ഖിയാമ, നബിയേ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ഭാര്യ മക്കളെ കുടുംബത്തെ ഓർക്കുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ പുന്നാര മുത്ത് പറഞ്ഞു, ആയിഷ, അമാ ഇൻദ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദാ, 3 സ്ഥലത്ത് ആരും ആരെയും ഓർക്കില്ല ആയിഷ. ഒന്ന് ഇൻദ സിറാത്ത്, സിറാത്ത് പാലം കടക്കുന്ന സമയത്താണ്. മറ്റൊന്ന് ഇൻദൽ മീസാൻ, അമലുകൾ തൂക്കുന്ന സമയത്താണ്. മറ്റൊന്ന് ഇൻദ തതായുരിൽ കുതുബ്, ഓരോരുത്തരുടെയും CD കോമ്പാക്ട് ഡിസ്ക് എന്ന കിതാബ് കർമ്മ പുസ്തകം നൽകുന്ന സമയത്ത്. ഈ 3 സമയത്ത് ആരും ആരെയും ഓർക്കില്ല ആയിഷ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്താണ് സിറാത്ത്? റസൂലുള്ളാഹി പറഞ്ഞു, മഹ്ശറയിലാണ് അതിന്റെ ഒരറ്റം, മറ്റേ അറ്റം സ്വർഗത്തിന്റെ മുമ്പിലാണ്. അത് കടന്നു പോകുന്നത് നരകത്തിന്റെ ജഹന്നമിന്റെ മുകളിലൂടെയാണ്. ആ പാലത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, 1000 വർഷം കയറ്റവും 1000 വർഷം ഇറക്കവും 1000 വർഷം അതാ സമതലവുമാണ്. ആ പാലം അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വഅദഖു മിനസ് ശഅറ, രോമത്തേക്കാൾ നേർമയായതാണ്. അലൈഹാ കലാലീബ്, ആ പാലത്തിന്റെ ഇരുവശവും കൂർത്ത മുള്ളുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചില ആളുകൾ ആ പാലത്തിലൂടെ അതാ മിന്നൽ പിണർ വേഗത്തിൽ വിട്ടുപോകും. ചില ആളുകൾ നടന്ന് മെല്ലെ അക്കരയെത്തും. ചില ആളുകൾ ആ പാലത്തിൽ കയറുന്നതോടുകൂടി മുള്ളിൽ ഉടക്കി അതാ ജഹന്നമിലേക്ക് പതിക്കുകയാണ്. പടച്ചവൻ നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മറ്റൊരു ഘട്ടം വഇൻദൽ മീസാൻ. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണിത്. സിറാത്തും മീസാനും ഒക്കെ നമ്മൾക്ക് ഇതാ നേരിടേണ്ടതുണ്ട്. മഹ്ശറയിൽ നമ്മുടെ അമലുകൾ മുഴുവനും തൂക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്ന് തൂക്കുന്നത് സത്യമാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, ഹഖായിട്ടും അന്ന് അമലുകൾ കർമ്മങ്ങൾ തൂക്കി നോക്കും. ആരുടെയെങ്കിലും കർമ്മങ്ങൾ വെയിറ്റ് കൂടിയാൽ ഫമൻ സഖുലത് മവാസീനു, തുലാസിന്റെ തട്ട് ചാഞ്ഞാൽ, അമലുകളുടെ തട്ട് വെയിറ്റുള്ളതായാൽ, മൂല്യമുള്ളതായാൽ അവർ വിജയിച്ചു.
ആരും ദുഷ്കർമ്മങ്ങളുടെ തട്ട് ചാഞ്ഞുപോയാൽ ഹസിറു അൻഫുസഹും, അവരുടെ ശരീരവും അവരും പരാജയപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഘട്ടം അവിടെന്ന് പറഞ്ഞു, അതാ ഹഫളത്തിന്റെ മലക്കുകൾ വ ഇന്ന അലൈക്കും ഹാഫിളീൻ കിറാമൻ കാതിബീൻ, ആദരണീയരായ രണ്ട് മലക്കുകൾ എഴുതുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതും ചെയ്തതും എഴുതുകയാണ്. അത് എഴുതി ഒരു CD-യാക്കി അതാ മരിക്കുന്ന സമയത്ത് അല്ലാഹു അതിനെ സെൽഫോണിന്റെ സിം കാർഡ് വെക്കുന്നത് പോലെ പെരടിയുടെ ഭാഗത്ത് അല്ലാഹു വെക്കും. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, അല്ലാഹു പറയുകയാണ്, നാം അവന്റെ കഴുത്തിൽ പെരടിയിൽ അതിനെ നിക്ഷേപിക്കും. നാളെ ഖിയാമത്ത് നാളിൽ അതിനെ പുറത്തേക്കെടുക്കും. അല്ലാഹു പറയും, ഇഖ്റഉ കിതാബക, നിന്റെ ഗ്രന്ഥം നീ വായിക്കൂ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഞാൻ നിന്നോ ഹിസാബ് ചെയ്യേണ്ടതില്ല, എല്ലാം നിന്റെ കർമ്മ പുസ്തകത്തിലുണ്ട്, വായിക്കോ എന്ന് അല്ലാഹു പറയുന്ന ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില ആളുകൾക്ക് വലത് കൈയിൽ ആ കിതാബ് കിട്ടും, ചില ആളുകൾക്ക് പിന്നിലൂടെ ഇടത് കൈയിൽ കിട്ടും. അതാ വലത് കൈയിൽ വാങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മൂന്ന് സമയത്ത് ആർക്കും ആരെയും ഓർക്കാൻ കഴിയില്ല ആയിഷ. അതിനെപ്പറ്റിയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖുറഉ കിതാബിയ ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. ഇത് വലത് കൈയിൽ കിതാബ് കിട്ടുന്നവരെ പറ്റിയ. ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവരെ പറ്റി അല്ലാഹു പറഞ്ഞു, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂ ഫഉല്ലു, അവനെ പിടിക്കൂ, അവനെ ചങ്ങലയിൽ തളയ്ക്കൂ എന്ന് അല്ലാഹു മലക്കുകളോട് പറയും. ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവരെ പറ്റി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു വന്നു, അതാ ഹിസാബ് ചെയ്യാൻ തുടങ്ങുകയാണ്. മഹ്ശറ പ്രകാശിക്കുകയാണ്. അതാ എല്ലാവരുടെയും കർമ്മപുസ്തകം വെച്ചിരിക്കുന്നു. ഇനി അമ്പിയാക്കൾ വരികയാണ്. വജീഅ ബിൻ നബിയ്യീൻ വശുഹദാ, സാക്ഷികളും വരികയാണ്. അമ്പിയാക്കളും വന്നു, സാക്ഷികളും വരികയാണ്. അന്ന് അല്ലാഹു നമ്മുടെ വായകൾക്ക് സീല് വെക്കും, വായകൾക്ക് അല്ലാഹു സീല് വെക്കും. യാസീനിൽ അല്ലാഹു പറഞ്ഞു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്ന് അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. കണ്ടോ, അല്ലാഹു വായക്ക് സീല് വെക്കും. അല്ലാഹുവിനോട് പറയുന്നത് കൈകൾ, കാലുകൾ സാക്ഷി നിൽക്കും. അപ്പോൾ അക്രമികൾ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങളെന്റെ പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? അപ്പോൾ മനുഷ്യന്റെ ഈ അവയവങ്ങൾ പറയും, ഖാലു അന്തകനല്ലാഹുല്ലദീ അന്തക കുല്ല ശൈ. കൈ പറയും, ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത് എല്ലാ വസ്തുവിനെയും സംസാരിപ്പിച്ച റബ്ബാണ്. നോക്കൂ, നാവിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നെങ്കിൽ നാളെ ഈ നാവിന് പകരം അല്ലാഹു കയ്യെ കൊണ്ട് സംസാരിപ്പിക്കും. അല്ലാഹുവിനത് കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്. നമീമത്ത്, ഏഷണി, അതുപോലെ പരദൂഷണം, ഇതൊന്നും നമ്മൾ പറയരുത്. ജീവിതം പക്വതയുള്ള ആളുകളാകണം, ഡിസിപ്ലിനുള്ള ആളുകളാകണം. നോക്കൂ, പരദൂഷണങ്ങൾ കുറച്ച് ദിക്ർ വർദ്ധിപ്പിക്കാം. സുഹൃത്തുക്കളെ,
സൊറ പറഞ്ഞിരിക്കരുത്, രാക്കഥകൾ പറഞ്ഞിരിക്കരുത്, സീരിയലിന്റെ പിന്നാലെ പോകരുത് സഹോദരിമാരെ. ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഉമ്മയെ കണ്ടു. ആ ഉമ്മ വാട്ടർ ബെഡിൽ കിടക്കുകയാണ്. മലവും മൂത്രവും പോയിക്കൊണ്ടേയിരിക്കുന്നു. മെമ്മറി നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഓതിയാൽ ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ, ആ മനുഷ്യൻ അല്ലാഹു അർദലുൽ ഉമർ കൊടുക്കൂല. എന്താ അർദലുൽ ഉമർ? സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ നിന്ദ്യമായ അവസ്ഥ, കിടന്ന് മലവും മൂത്രവും വിസർജിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ, വാട്ടർ ബെഡിൽ കിടന്ന് മുതുക് പൊട്ടുന്ന അവസ്ഥ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ ന്യൂസ് പേപ്പർ കയ്യിലെടുക്കുന്നതിന് മുമ്പ് ഒരു പേജ്, ഒരു കടലാസ് ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും. ഷഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ വക്താക്കൾക്ക് ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനയുടെ പുറത്ത് പ്രാന്തപ്രദേശത്തു കൂടി നടന്നു പോകുമ്പോ മനോഹരമായ ഒരു ഖിറാഅത്ത് കേട്ടു. നബി അവിടെ നിന്നു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നു. ആ ഓതൽ ആരുടേതായിരുന്നു അറിയുമോ? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അബൂ മൂസൽ അശ്അരിയെ കണ്ടപ്പോൾ മദ്ഹ് ചെയ്തു പറഞ്ഞു, പ്രശംസിച്ചു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ പിശുക്കില്ലായിരുന്നു. തന്റെ സഹാബിയെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, ഉഅതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന വീണക്കമ്പി ദാവൂദ് കുടുംബത്തിന് നൽകിയ ശബ്ദ സൗകുമാര്യതയാണ് നിനക്ക് തന്നിരിക്കുന്നത്. അപ്പോ അബൂ മൂസൽ അശ്അരി പറഞ്ഞു, റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ലൗ അലിംതു അന്നക തസ്തമിഉ ഖിറാഅതി, രാത്രി എന്റെ ഖിറാഅത്ത് നബിയെ അവിടുന്ന് കേൾക്കുന്നു ഞാൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലഹബ്ബർതുഹു ലക തഹബീറാ, രാത്രി കേട്ടത് എന്റെ സാധാരണ ഖിറാഅത്താണ്, ഞാൻ കുറച്ചുകൂടി നന്നായി മൊഞ്ചാക്കി ഓതിയേനെ നബിയേ. ഇമാം മുസ്ലിം, ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ് ദുനിയാവിൽ? എന്റെ പാവപ്പെട്ട അടിമകളുടെ അവസ്ഥ എന്താണ് ദുനിയാവിൽ, ഭൂമിയിൽ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ അവർ സുബഹി നമസ്കരിക്കുകയാണ്, ഞങ്ങൾ കയറി വരുമ്പോൾ അവർ അസ്ർ നമസ്കാരത്തിലാണ്. റബ്ബേ, നമ്മളെപ്പറ്റി മലക്കുകൾ നാളെ പടച്ചവനോട് അങ്ങനെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മലക്കൾ പോയി പറയും, കുറെ എണ്ണം വെയിറ്റിംഗ് ഷെഡ് ഇരിപ്പുണ്ട്, കുറെ എണ്ണം സൊറ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പരാജയപ്പെടില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അല്ലാഹു നമ്മുടെ അമലുകൾ തൂക്കും. അമലുകൾക്ക് ഒരു മൂല്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു കാലത്ത് കളിയാക്കിയില്ലേ എങ്ങനെ തൂക്കുമെന്ന്, എങ്ങനെ മലക്ക് വലത്തും ഇടത്തും ഇരുന്ന് എഴുതുമെന്ന് ഒന്ന് കാണിച്ചതാ എന്നൊക്കെ 82 പറഞ്ഞവരുണ്ട് ഇവിടെ. ഇപ്പൊ ആരും അത് സമ്മതിക്കും? കാരണം മനുഷ്യന്റെ രോഗം, അവന്റെ ടെമ്പറേച്ചർ പോലും ഇന്ന് അളക്കാൻ സംവിധാനമുണ്ട്, എല്ലാം രേഖപ്പെടുത്താൻ ഇന്ന് മെഷീനുണ്ട്, മാപ്പിനികളുണ്ട്, ഉപകരണങ്ങളുണ്ട്. സുഹൃത്തുക്കളെ നോക്കൂ, അല്ലാഹു പറഞ്ഞ ഈ യാഥാർത്ഥ്യം ഇന്നാരും നിഷേധിക്കുകയില്ല. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത സംഭവമാണ്. കാന റജുലുൻ ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ ഒരു ആബിദ് ജീവിച്ചിരുന്നു. യതഅബ്ബദു ഫീ സൗമഅതി, തന്റെ ടെന്റിനകത്ത്, തന്റെ പർണശാലക്കകത്ത് 60 ആമാ, 60 വർഷം ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആബിദിന്റെ ചരിത്രം. 60 കൊല്ലമായി
ആരെയും കാണാതെ ഭക്ഷണം നിയന്ത്രിച്ച് സംസാരം നിയന്ത്രിച്ച് ഇദ്ദേഹം ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു ദിവസം മഴ പെയ്തു, നല്ലവണ്ണം ഭൂമി തണുത്തു, അതാ തോടും ചാനലും എല്ലാം ഒഴുകി. അപ്പോൾ ആബിദിന് തോന്നി, ഒന്ന് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം, ഗ്രീനറി ആസ്വദിക്കാം, സസ്യശ്യാമളത നുകരാം. ആബിദ് പുറത്തു വന്നപ്പോൾ ഈ ആബിദിനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ആ പെണ്ണ് ആബിദിന്റെ അടുത്തേക്ക് വന്നു. അവരിരുവരും സംസാരം തുടങ്ങി. അങ്ങനെ ഫാശിയഹ, ഈ ആബിദ് ആ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബോധരഹിതനായി. ചെയ്തു പോയ ഗൗരവം ഓർത്തു. അതാ തൊട്ടടുത്ത് കണ്ട ജലാശയത്തിലിറങ്ങി മുങ്ങിക്കുളിച്ചു, ശുദ്ധി വരുത്തി. അദ്ദേഹം ഇരുന്നു ഭക്ഷണം കഴിക്കാൻ ഭക്ഷണപ്പൊതിയെടുത്തു. അതാ പത്തിരി തിന്നാൻ തുടങ്ങുമ്പോൾ അതാഹു മിസ്കീൻ, ഒരു പാവം വന്നിട്ട് വിശക്കുന്നു, ഭക്ഷണം തരണമെന്ന് പറഞ്ഞപ്പോൾ 2 പത്തിരി ആ മനുഷ്യന് ഷെയർ ചെയ്തു. ആ മനുഷ്യന് സ്വതഖ ചെയ്തു. നോക്കൂ, അല്പം കഴിഞ്ഞപ്പോൾ ആ ആബിദിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടെ എത്തുകയാണ്. ആബിദ് മരണപ്പെടുകയാണ്. ആ മനുഷ്യന്റെ അമലുകൾ അല്ലാഹു തൂക്കാൻ പറഞ്ഞു. അതാ 60 വർഷത്തെ അമലുകൾ മീസാനിന്റെ ഒരു തട്ടിൽ വെച്ചു. സുഹൃത്തുക്കളെ, മറുതട്ടിൽ ഈ സനിയത്തും വെച്ചു, സിനയും വെച്ചു, ഇപ്പോൾ ചെയ്ത തെറ്റും വെച്ചു. നോക്കൂ, 60 വർഷത്തെ അമലിന്റെ തട്ടുകൾ ചാഞ്ഞു കിടന്ന ആ തട്ട്, എതിർഭാഗത്തുള്ള വ്യഭിചാരത്തിന്റെ ആ തെറ്റ് വെച്ച തട്ട് അതാ ചായുകയാണ്. 60 വർഷത്തെ അമലുകൾ പൊങ്ങുകയാണ്. സുഹൃത്തുക്കളെ, ഈ ആബിദ് നരകത്തിലേക്ക് തീരുമാനിക്കപ്പെടുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, അവസാനം അദ്ദേഹം ചെയ്ത സ്വതഖ, ആ ധർമ്മം നിങ്ങൾ അദ്ദേഹത്തിന്റെ സൽക്കർമ്മത്തിന്റെ തട്ടിലേക്ക് വെക്കൂ. മലക്കുകൾ ആ 2 പത്തിരി അതാ സൽക്കർമ്മത്തിന്റെ അമലുസ്സാലിഹാത്തിന്റെ തട്ടിലേക്ക് വെച്ചപ്പോൾ അതാ ആ തട്ട് മൂല്യം കൊണ്ട് ചായുകയാണ്. കാരുണ്യത്തിന്റെ കടലായ റബ്ബ് പുറത്തു കൊടുത്തു. ആ ആബിദിനെ സ്വർഗത്തിലേക്ക് വിട്ടു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ചില സമയത്ത് നാം ചെയ്യുന്ന സ്വതക്കയുടെ മൂല്യമാണ്. അല്ലാഹു പടച്ചോ നമ്മളെല്ലാം തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തട്ടെ. നമ്മളാരും മാസവുമല്ല, മനുഷ്യരാ, തെറ്റ് വന്നുപോകും. അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് ആ ദാവൂദ് നബി സുലൈമാൻ നബിയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇംഷി ഹൽഫൽ അസദി വൽ അസ്വദ് വലാ തംഷി ഹൽഫൽ മർഅ. മോനെ, നീ സിംഹത്തിന്റെ പിന്നിൽ നടന്നോ, നീ കരിമൂർഖന്റെ പിന്നിലും നടന്നോ. വലാ തംഷി, നീ നടക്കരുത് ഹൽഫൽ മർഅ, പെണ്ണിന്റെ പിന്നിൽ നീ പ്രേമിച്ച് നടക്കരുത്. അല്ലാഹു പടച്ചവൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈസാ ഇബ്നു മറിയം, ഈസാ നബി പറഞ്ഞ ഒരു വാക്കുകൂടി പറയട്ടെ. ഇയ്യാകും വന്നളറ. ഈസാ നബി പറഞ്ഞു, കണ്ണിനെ സൂക്ഷിച്ചോ. ഫൈനഹാ തസ്റഉ ഫിൽ ഖൽബി ശഹവ വകഫാ ബിഹാ ഫിത്ന. നോക്കൂ, കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ കാമം, ആഗ്രഹം മുട്ടിടും. അത് ഫിത്നയ്ക്ക് കാരണമാകും. അല്ലാഹുവിന്റെ റസൂല് അലിയാർ തങ്ങളോട് പറഞ്ഞു, യാ അലി ലാ തുത്ബിഇൻ നളറ അൻ നളറ. നീ നോട്ടത്തെ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഒന്നാമത്തെ നോട്ടം അനുവാദമുണ്ട്, രണ്ടാമത്തെ നോട്ടം പാടില്ല. ഒരു നോട്ടം അനുവാദമുണ്ട്. അലിയാർ തങ്ങൾ എന്ത് പറഞ്ഞറിയോ? ഈ പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണെന്ന് പറഞ്ഞത്. ഇന്നന്നിസാഅ ശയാതീനുൻ ഖുലിഖന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണ്, നമുക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടവരാണ്. അല്ലാഹുവേ, ഈറ്റങ്ങളുടെ ശർറിൽ നിന്ന് കാക്കണേ.
ഇത് പാടിയപ്പോ ഫാത്തിമ ഉമ്മ വിടുവോ? ഫാത്തിമ ബീവി മറുപടി പറഞ്ഞു, ഞങ്ങളെ അങ്ങനെ ഹൈത്താമാരൊന്നും ആക്കണ്ട, ഞങ്ങൾ ആരാണെന്നറിയുമോ? പെണ്ണുങ്ങൾ റോസാ പുഷ്പങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചു വെച്ചതാണ്, അവരുടെ സുഗന്ധം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? പെണ്ണിന് 2 രൂപമുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സമാധാനമായി അല്ലേ? സമാധാനമായില്ലേ? എത്രയോ ആണുങ്ങളുടെ വിജയം പെണ്ണാണ്. സുഹൃത്തുക്കളെ, അലിമാസ്റ്ററുടെ വിജയം ആരാ? നിങ്ങളുടെ സഹധർമ്മിണിയാണ്. കാര്യമല്ല, സഹധർമ്മിണി. ഇസ്ലാം പറഞ്ഞത് അങ്ങനെയാണ്, സഹധർമ്മിണി. അള്ളാഹു സാലിഹത്തായ ഭാര്യയെ തരട്ടെ. അള്ളാഹു താല പടച്ചോൻ യുവാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് തരും. എത്രയോ പെൺകുട്ടികൾ പൊരനിറഞ്ഞ് 22, 24, 26 വയസ്സായി ഗദ്ഗത ചിത്തരായി കൂരകളിൽ കഴിയുന്നു. അവർക്കും ഒരു ജീവിത പങ്കാളി വേണ്ടേ? ഹബീബേ, നിങ്ങൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. യുവാക്കളെ മുന്നോട്ട് വരണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഹിസാബിൽ വിജയിപ്പിക്കട്ടെ. അള്ളാഹു തുലാസിൽ പടച്ചവൻ വിജയിപ്പിക്കട്ടെ. സിറാത്ത് പാലത്തിൽ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഹിസാബ് കഴിയുമ്പോൾ അള്ളാഹു പറയും, അക്രമികളെ മാറി നിൽക്ക്. അക്രമികളെ മാറ്റി നിർത്തും. ഫരീഖും ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും എന്ന് തീരുമാനിക്കപ്പെടും. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആരാണ് സ്വർഗത്തിന്റെ അഹ്ലുകാർ? യാസീനിൽ അള്ളാഹു പറഞ്ഞു, أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون. സ്വർഗനിവാസികൾ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. അവർ സ്വർഗത്തിൽ ജോലിയിലായിരിക്കും. എന്താ ജോലി? സ്വർഗീയ കന്യകമാരുടെ കൂട്ടത്തിൽ, അപ്സരസ്സുകളുടെ കൂട്ടത്തിലായിരിക്കും. നോക്കൂ, അവർ ചാരുമഞ്ചലുകളിൽ ചാഞ്ഞുകിടക്കും. അവർക്ക് ഫ്രൂട്ട്സുകളുണ്ട്. അവരെന്ത് ചോദിച്ചാലും അവർക്ക് കൊടുക്കും എന്ന് അല്ലാഹു പറഞ്ഞു. അല്ലാഹു ആ സ്വർഗത്തിൽ കടക്കാൻ പടച്ചോ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കൂടി പറയാം. അഅദത്തു ഇബാദി, ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നുണ്ട്, ഞാൻ എന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത സ്വർഗം, വലാ ഉദുനുൻ സമീഅത്ത്, ഒരു ശ്രവണപുടവും കേൾക്കാത്ത വിശേഷണങ്ങളുള്ള സ്വർഗം, വലാ ഖതറ അലാ ഖൽബി ബശർ, മനുഷ്യ ഹൃദയത്തിൽ ഭാവനയിൽ പോലും അചിന്ത്യമായ അനുഗ്രഹങ്ങളുള്ള സ്വർഗം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾക്ക് സമയം കിട്ടിയാൽ 4:55 മുമ്പ് സുബഹിക്ക് എഴുന്നേറ്റ് ആടിനെ കറക്കുന്ന ചെറിയ സമയം കൊണ്ട് 2 റക്അത്തെങ്കിലും നമസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. കലിമ പറഞ്ഞ് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ മാത ഇൻസാനുൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുകൾ തീർന്നു. ഇനി അമലുകൾ ചെയ്യാൻ അവസരമില്ല. പക്ഷേ 3 പേർക്ക് ചാൻസ് ഉണ്ട്. ഒന്ന് സ്വദഖത്തിൻ ജാരിയ, രണ്ടാമത്തത് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നിനക്ക് ചെയ്യുന്ന സാലിഹായ സന്താനം, മൂന്നാമത്തത് വഇൽമിൻ യുൻതഫഉ ബി, നാഫിആയ ഇൽമ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഓതുന്ന കാലത്ത് എന്നോട് പറഞ്ഞു തന്നു, ഞാൻ ഇപ്പോഴും ചെയ്യുന്നു. ഏതാത്? അതിന്റെ ഒരു കമ്മീഷൻ പ്രതിഫല ഉസ്താദിനും കിട്ടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ദുആ സുഹൃത്തുക്കളെ 3 വട്ടം പറഞ്ഞാൽ 3 മണിക്കൂർ ദിക്ർ ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടും. ഈ ദിക്ർ 3 വട്ടം പറഞ്ഞാൽ മണിക്കൂറുകൾ ദിക്ർ ചെയ്ത കൂലി കിട്ടും. ഒന്ന് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി
വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് ഹിഫ്ളാക്കണം, ഇത് ചൊല്ലണം. യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നാളെ പരലോകത്തിൽ നമ്മുടെ മീസാന്റെ തട്ട് ചായും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു ജീവിതം, മാറ്റമുണ്ടാക്കണം, ചേഞ്ച്. അല്ലാഹു തൗബ ചെയ്യാനും മരണത്തെ പ്രതീക്ഷിക്കാനും അല്ലാഹുവിലേക്ക് യാത്രയാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞും പ്രതിഫലം നൽകുന്ന അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വതഖത്തിൻ ജാരിയ. ഈ റോമിലും ഗ്രീസിലും ഒക്കെ പിന്നെ ആളുകൾ മരിച്ചാല് അവരുടെ മീസാങ്കലിൽ എഴുതി വെക്കും. ഉദാഹരണമായിട്ട് 70 വർഷം ജീവിച്ചു മരിച്ച ആളാണെങ്കിൽ അവിടെ എഴുതി വെക്കും 700 കൊല്ലം എന്ന് എഴുതി വെക്കും. എന്താ അതിന്റെ അർത്ഥം? ഈ മനുഷ്യൻ 70 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും 700 കൊല്ലത്തെ പണിയെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തആല ഒരുപാട് ജോലി ചെയ്ത് ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്ത് പള്ളികളും മദ്രസകളും സജീവമാക്കി ഈ ഉമ്മത്തിന് പ്രബോധനം കൊടുത്തു. എല്ലാവരും നല്ല രൂപത്തിൽ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്ന അവസ്ഥ നൽകി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.